വിശദമായ വാർത്തകളിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലയ്ക്ക് കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമെന്ന് പോലീസ്. ഭാര്യ ഉപേക്ഷിച്ചത് അയൽക്കാർ മന്ത്രവാദം ചെയ്തതാണെന്ന് പ്രതി വിശ്വസിച്ചു. കൊല ആസൂത്രിതമെന്ന് പാലക്കാട് SP. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഇരട്ടക്കൊലയ്ക്ക് കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഭാര്യ ഉപേക്ഷിച്ചത് അയൽക്കാർ മന്ത്രവാദം ചെയ്താണെന്നതടക്കം പ്രതി വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് കൊല ആസൂത്രണം ചെയ്യുന്നു. 5 പേരെ നിലവിൽ കൊല്ലാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നതടക്കമുള്ള പ്രതിയുടെ മൊഴിയും പുറത്തു വന്നിരുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് പാലക്കാട് SP അജിത് കുമാർ മാധ്യമങ്ങളെ കണ്ടത്. ഏതായാലും ഇതിൽ പ്രധാനമായും ഈ പ്രതിയുടെ മൊഴി അത് ആണ് SP പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതായത് ഈ നമ്മൾ നേരത്തെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോയത് ഈ സുധാകരന്റെ കുടുംബം ഇടപെട്ടത് കൊണ്ടാണ്, സുധാകരന്റെ ഭാര്യ അടക്കം അതിൽ കാരണം കൊണ്ടാണ് ഈ ഭാര്യ പിണങ്ങിപ്പോയത് എന്നുള്ളൊരു വിശ്വാസം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ ജ്യോതിഷികളെയും മറ്റുമൊക്കെ പോയി കണ്ട് അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ ഈ പ്രാഥമിക മൊഴിയിൽ താൻ ജ്യോതിഷികളെ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞതെന്ന് SP പറയുന്നുണ്ട്. അതായതായാലും അത് വീണ്ടും പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു. ഈ ആയുധങ്ങളൊക്കെ നേരത്തെ തന്നെ ഇയാൾ സജ്ജമാക്കി വെച്ചിരുന്നു. അതിൻ്റെ കൈപ്പിടിയൊക്കെ ഇയാൾ തന്നെയാണ് ഈ വാളിൻ്റെ ഉണ്ടാക്കിയത്. മറ്റ് ആയുധങ്ങളൊക്കെ നേരത്തെ തന്നെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കൃത്യം നടത്തി. അതിനുശേഷം ഇയാൾ വീട്ടിലേക്ക് ഓടി. അങ്ങനെ വീടിന് അകത്ത് കയറിയ ശേഷം പുറകുവശത്തു കൂടി ഓടി മലയിലേക്ക് പോവുകയാണ് ചെയ്തത്. 1.5 ദിവസം ഈ മലയുടെ മുകളിൽ തന്നെ ഇയാൾ തുടർന്നു. അതായത് ഈ പിടികിട്ടിയ ആ പോത്തുണ്ടി മലയുടെ മുകളിൽ തന്നെ ഇയാൾ തുടർന്നു. ആ ഘട്ടത്തിൽ ഇയാൾ പോലീസിന്റെ നീക്കങ്ങളെല്ലാം കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ടായിരുന്നു, അത് കാണുന്നുണ്ടായിരുന്നു എന്നാണ് ഈ പ്രതി പറഞ്ഞത്. അതിനുശേഷം വിശന്നു. ഈ വിശന്ന ഘട്ടത്തിൽ ഇയാൾ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു, വീട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് പോലീസ് പിടികൂടിയതെന്നുള്ളതാണ് SP പ്രധാനം പറയുന്നത്. മാത്രമല്ല ഇയാൾക്ക് ഈ വനമേഖല കൃത്യമായി, അതായത് ഈ ഒളിച്ചിരുന്ന വനമേഖല ഇയാൾക്ക് കൃത്യമായി തന്നെ അറിയാമെന്നുള്ളതാണ്. അവിടുത്തെ എവിടെയാണ് ഒളിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ ഇയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ വളരെ വിദഗ്ധനാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. ഏതായാലും അത്തരത്തിലുള്ള മൊഴികളാണ്. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വെരിഫൈ ചെയ്യാനുണ്ടെന്നാണ് SP ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ വൈരാഗ്യമടക്കമുള്ള കാര്യങ്ങൾ ആണ് നിലവിലത്തെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് SP പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ കൂടുതൽ ആൾക്കാരെ കൊല്ലാൻ ഇയാൾ പദ്ധതി ഇട്ടോയിരുന്നു എന്നുള്ള ചോദ്യത്തിന് SP പറഞ്ഞത് അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അയാളുടെ വീട്ടിൽ അയാളുടെ സാന്നിധ്യത്തിൽ തന്നെ അയാൾ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്, തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ കുറ്റകൃത്യം ഈ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടി കൊലപ്പെടുത്തിയ ആ കുറ്റകൃത്യം അത് വീണ്ടും ആവർത്തിക്കാനുള്ള അല്ലെങ്കിൽ അത് പുനഃസൃഷ്ടിക്കാനൊരു തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുനരാവിഷ്കരിക്കുന്ന ഘട്ടത്തിൽ ഇയാളെ വീട്ടിലേക്ക് എത്തിച്ച് ഈ വീടും കൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡയറിയോ മറ്റോ അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് SP പറയുന്നത്. മാത്രമല്ല ഇയാൾ ഏതായാലും അതിവിദഗ്ധനായ ഒരു കുറ്റവാളി എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ആന്റണി, അതോടൊപ്പം തന്നെ അതിവിദഗ്ധനാണ് ഈ ഒരു കുറ്റവാളി എന്ന് പറയുമ്പോൾ തന്നെ പോലീസിനെ നിരന്തരം നിരീക്ഷിച്ചതിന് ശേഷം തന്നെയാണ് ഈ ഇത്തരത്തിൽ പോലീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രതി താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നത്. ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ആയുധം വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നു. ഇത്തരത്തിൽ ഈ മന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ പ്രതി പറയുമ്പോഴും ഇത്തരത്തിൽ ഇതൊന്നും വിശ്വാസയോഗ്യമല്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണല്ലേ പോലീസ്? പോലീസ് മന്ത്രവാദത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ജ്യോതിഷികളെ കണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞത് ഒരു നീണ്ട മുടിയുള്ള ആ സ്ത്രീയാണ് ഈ കുടുംബം കലങ്ങുന്നതിന് കാരണമായതെന്ന് ഒരു ജ്യോതിഷി പറഞ്ഞു എന്ന്. അതിനെ തുടർന്നാണ് ഈ പകയ്ക്കൊക്കെ കാരണമെന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നൊരു കാര്യം. അത് പോലീസ് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇയാളോടുള്ള പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇനി പോലീസ് അത് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നതൊക്കെ പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ്, പ്രാഥമികമായ വിവരങ്ങളാണ്. അപ്പോൾ ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത് അങ്ങനെ താനൊരു ജ്യോതിഷിയെയും കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞതെന്നാണ് ഈ SP പറഞ്ഞത്. അത് പോലീസ് പൂർണ്ണമായും ഇപ്പോൾ മുഖവിലയ്ക്ക് എടുക്കുകയും ചെയ്യുന്നില്ല, അത് വിശ്വാസയോഗ്യമല്ല. അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോലീസ് വീണ്ടും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമികമായ വിവരങ്ങളാണ് അയാൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വീണ്ടും പരിശോധിച്ചുറപ്പിക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ്
മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾക്ക് ഈ ആയുധങ്ങളടക്കം ഇയാൾ നേരത്തെ സ്വരുക്കൂട്ടി വാങ്ങിച്ചു വെച്ചിരുന്നു. ഈ കൊലപാതകം നടത്താനുള്ള ആയുധങ്ങളൊക്കെ ഇയാൾ വാങ്ങിച്ചു വെച്ചിരുന്നു. ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. വൈരാഗ്യം, ആ കുടുംബത്തോടുള്ള വൈരാഗ്യമാണ് ഇയാളുടെ ഈ കൊലപാതകത്തിലേക്ക് പോകാനുള്ളൊരു കാരണം. അയാൾക്ക് ആ കുടുംബത്തോട് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് SP പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ ആ വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഈ കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നേരത്തെ തന്നെ ഈ വടിവാളടക്കമുള്ള ആയുധങ്ങൾ വാങ്ങിച്ച് പ്രതി വെച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റണി, സ്ഥലത്തെത്തിയുള്ള തെളിവെടുപ്പും ഉണ്ടാകില്ലേ? ഇന്നുണ്ടാകുമോ? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? തീർച്ചയായും അങ്ങനെ ഈ സംഭവം പുനരാവിഷ്കരിക്കുമെന്നാണ് SP പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ആ പുനരാവിഷ്കരണം നടക്കുക. ഏതായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നിലവിൽ ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് പോകും. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, ആന്റണി ജി ജോർജ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.